എന്ത് കൂത്തനാണ് ഈ അരിയില്. ഏത് നേരത്താണോ ഇതൊക്കെ പെറുക്കി തീരല്. അരിനെക്കാട്ടിയും കൂടുതൽ കൂത്തനാണ് ഇതിൻ്റെ ഉള്ളില്. ഏത് സമയത്ത് അത് പെറുക്കി തീർന്നു കണ്ട് ചോറിന് വള്ളം തീമടലാണോ. ഇതിപ്പോ നട്ടുച്ചാവുന്ന തോന്നുന്നത്. എന്താ സൈനാത്ത ഭയങ്കര കാര്യപ്പെട്ട എന്തോ പരാതി പറച്ചിലാണല്ലോ നിങ്ങള്. അതൊന്നും പറയാതിരിക്കുകയാണ് ആസിയ നല്ലത്. അരിന്റെ കൂട്ടം പറയാ ഞാന്. അരിനെക്കാട്ടിയും കൂടുതലേ കൂത്തനാണ് ഇതില്. എപ്പെങ്ങാനാണോ ഞാൻ ഇത് പെറുക്കി തീരല്. എല്ലായിടത്തും ഉണ്ടെന്നു അരിയില് കൂത്തനി. ഈ ചോറിന് വള്ളയെ അടുപ്പത്ത് വെക്കണക്കാട്ടി മുന്നേ അരിയിലുള്ള കൂത്തം പെറുക്കി എടുക്കണം നമ്മള്. എന്നിട്ടേ ചോറിന് വള്ളം തീമടാൻ പറ്റുള്ളൂ. ആ ശരിയാണ് ജി പറഞ്ഞത്. എല്ലാന്നുണ്ടെങ്കിലേ വള്ളം കത്തി തീർന്നുങ്ങാണ്ട് തീ കെട്ടിട്ടുണ്ടെങ്കിലും വള്ളം തളച്ചിട്ടുണ്ടെങ്കില് അരിയിലെ കൂത്തനെ പെറുക്കി തീരലുണ്ടാവില്ല. അതിപ്പോ എങ്ങനെ എവിടെ നമ്മള് ആ അരി എടുത്ത് മൂടി വെച്ചിട്ടുണ്ടെങ്കിലും ആ കൂത്തനെ അരിയിൽ വരാതിരിക്കൂല. എങ്ങനെയാണോ അത് വന്ന് കൂടുന്ന അരിയിൽ അതൊന്നും അറിയില്ല. അല്ലെന്നു നമ്മളെ നൂറേ കല്യാണത്തിന് സമ്മതിച്ചില്ലേ. ആടി അനക്കേ ചെക്കൻ ആരാന്നുള്ളത് മനസ്സിലായില്ലേ. ആന്നു നമ്മളെ സൂറാത്താന്റെ മോനല്ലേ. നല്ല ചെക്കനാണെന്ന് ഒരലമ്പും ഇല്ല. പിന്നെ വലിയ കമ്പനിയൊക്കെ ഉണ്ട്. ആയ കാലത്ത് തന്നെ നയിച്ചിങ്ങാണ്ട് സ്വന്തമായിട്ട് വലിയ കമ്പനിയൊക്കെ ഉണ്ടാക്കിക്കണാല. നമ്മളെ നൂറിന്റെ ഭാഗ്യാന്ന് ഇതൊക്കെ. ഇതിപ്പോ മോളെ ആരും മനസ്സിൽ പോലും കരുതിയിട്ടില്ലല്ലോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നുള്ളത്. സൂറാത്തെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോണ്ടല്ലോ ഇന്റെ നെഞ്ഞത്ത് കൂടെ ഒരു കാളലും മോളെ. നമ്മളെ നൂറനോടുണ്ടല്ലോ ആദ്യം തന്നെ സൂറാത്ത് ചോദിച്ചിക്കണാല അനക്ക് സമ്മതാണോ കല്യാണത്തിന് എന്നുള്ളത്. പക്ഷെ ഈ പെൺകുട്ടി സമ്മതിച്ചിട്ടുണ്ടായില്ല. എടി സൂറാത്താന്റെ മോള് ഷെറി ഉണ്ടല്ലോ, ഷെറി വരെ ചോദിച്ചിക്കണാല നൂറനോട്. എന്നിട്ട് ഈ പെൺകുട്ടി സമ്മതിച്ചിട്ടില്ല. അനക്ക് കേൾക്കണം മോളെ, ഇങ്ങനെ നടന്നതൊന്നും എന്നോട് നൂറ് ഇതുവരായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നമ്മ ഇങ്ങനൊക്കെ സംഭവിച്ചിക്കണമെന്നുണ്ടല്ലോ കുട്ടി ഒരു വാക്ക് പറയാ. എന്നോടൊരു വാക്ക് എന്നെ പറഞ്ഞിട്ടില്ല. സൂറാത്ത് പറയുമ്പോഴല്ലേ ഞാനിതൊക്കെ അറിയണത്. എന്റെ കുട്ടീന്റെ ഒരു ഭാഗ്യാണടി. ഈ സ്ഥലം വാങ്ങണം മണ്ടിപ്പാച്ചലും റേസറിന്റെ കാര്യത്തിലും പിന്നെ ഈ പെരയത്തെ ഓരോരോ വർത്താനത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അന്നോട് ഞാനും മളെ ഇത് വന്ന് പറയാൻ മറന്നടി. പച്ച വിട്ടുപോയതാണ് എന്റെ അടുത്തുനിന്ന്. ഇതൊന്നും തോന്നല്ലേട്ടാ. ഇന്നോടിപ്പോ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല. നമ്മളെ നൂറൊക്കെ നല്ലൊരു ജീവിതം കിട്ടട്ടെ. കുറച്ചൊന്നല്ല ഓളെ ഈ പെരന്റെ ഉള്ളിൽ കഷ്ടപ്പെട്ടിക്കണത്. അതൊന്നുമല്ലടി ഇക്ക് പേടി. എനിക്ക് കേൾക്കണം. ഇപ്പോഴും നമ്മളെ നൂറൊക്കെ വലിയ സന്തോഷമൊന്നും ഇല്ലടി. ഓളെന്താ പറഞ്ഞതെന്നറിയാം. ഇമ്മ ഇത് നല്ലതിനല്ലട്ടാ, ഓരൊക്കെ വലിയ പണക്കാരാണ്, നമ്മൾ പാവപ്പെട്ട പെരക്കാരാണെന്നൊക്കെയാണ് ഓള് പറയുന്നത്. ഞാൻ എന്ത് പറയാനാണ്. ഇത് സമ്മതിപ്പിക്കാൻ പെട്ട ഒരു പാട് ഇക്കറിയുള്ളൂ മോളെ. എന്നിട്ടും വലിയൊരു സമ്മതമൊന്നും ഇല്ല. ഒരു ചെറിയ മൂളലും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിനിപ്പൊന്നു നമ്മൾ ഈ ബഷീറാക്കണ്ടല്ലോ സൂറാത്താനെ കെട്ടിക്കണത് അത്രയും ഇല്ലാത്തോടത്തുനിന്നാണ്. ബഷീറാക്ക് കെട്ടിയതിന്റെ ശേഷല്ലേ സൂറാത്താക്ക് പിന്നെ വലിയ സ്വത്തും പണവും പറമ്പൊക്കെ ഉണ്ടായിക്കണത്. അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പാവപ്പെട്ട വീട്ടിലത്തെ ഒരു പെൺകുട്ടി ആയിരുന്നാല സൂറാത്ത. നമ്മളെ നൂറിന്റെ എല്ലാ ചടപ്പും മാറും ഈ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ അടുത്തുണ്ടാവുന്ന കല്യാണം അതോ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണാ? ഇല്ലടി, ആ വക കാര്യങ്ങളൊന്നേ ഓര് പറഞ്ഞിട്ടില്ല. ഓരോ മോന് നാട്ടിലില്ലാല. ഓരോ മോനെന്താ ബിസിനസിന്റെ എന്തോ കാര്യത്തിന് പുറത്തു പോയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. നാട്ടിൽ വന്നിട്ടേ നൂറനെ വന്ന് പെണ്ണ് കാണണ്ടേ, അങ്ങനത്തെ ഒരു ചടങ്ങില്ലേ. അത് നമ്മള് എങ്ങനെ ആയാലും കേച്ച് കാണിക്കണ്ടേ, അതൊക്കെ വേണ്ടേ. പിന്നെ അതല്ലടി കുഞ്ഞോനും ഇവിടെ ഇല്ലല്ലോ, ആകെപ്പാടുള്ള ഒരു പെങ്ങളല്ലേ. ഓളെ കല്യാണത്തിന് ഓൻ വേണ്ടേ. പിന്നെ ഉള്ളത് റിനു ആണ്, അത് ഞായി വരണ്ടേ. അപ്പൊ കുഞ്ഞോനും വരണ്ടേ. കുഞ്ഞോനക്ക് ലീവ് കിട്ടിയ കുഞ്ഞോൻ വരും എന്നൊക്കെ പറഞ്ഞീന്ന്. കുഞ്ഞോനോട് ഞാൻ ഇന്നലെ വിളിച്ച് വർത്താനം പറഞ്ഞപ്പോഴേ ഓൻ പറഞ്ഞു നോക്കട്ടെ അമ്മ, ലീവ് കിട്ടുകയെന്നുണ്ടെങ്കിൽ വരണ്ടേന്നുള്ളത്. ആ അത് ശരിയാണ്. ഒക്കെ നല്ലതാവട്ടെ. നൂറൊക്കെ നല്ലൊരു ജീവിതം കിട്ടട്ടെ. പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, നല്ല പൊന്നു പോലെ ആ ചെക്കൻ നോക്കും. ആന്നു ഞാൻ പോയി, നേരം കുറെ ആയി. ഇതാപ്പൊ നന്നായത്. ഇജിപ്പോ ഇങ്ങോട്ട് വരവ് തന്നെ കുറവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പോവാടി. നമുക്ക് ഒന്നും രണ്ടും മുണ്ടിയും പറഞ്ഞിരിക്കേ. ഞാൻ വൈകുന്നേരം വരണ്ടിരുന്നു. ഇങ്ങക്കറിയില്ലേ മൂപ്പരാളെ സ്വഭാവം. മൂപ്പരാളെ ഉച്ചക്ക് ചോറുന്നാൻ വരുമ്പോത്തിന് ചോറും കൂട്ടാനൊന്നും ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കില് മൂപ്പരാൾ ഇന്നിട്ടിങ്ങാണ്ട് പൊരിക്കും. ഇങ്ങക്ക് അറിയണന്നല്ലേ അതിന്റെ സ്വഭാവം. ഞാനിത് അറിഞ്ഞിട്ടിപ്പോ 2-3 ദിവസം അയക്കണ്. ഇങ്ങോട്ട് വരാൻ നേരം കിട്ടണ്ടേ. പെരന്റെ 4 പുറത്തുണ്ടായിരുന്ന പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ച് കുറേ ഓൽക്കോടി ഉണ്ടായിരുന്നു 4 പുറം കിടന്നീന്ന്. അതൊക്കെ വെട്ടിക്കാണ്ട് ഔത്താക്കി. അപ്പൊ നേരം കിട്ടിയപ്പോ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഞാൻ ഒന്ന് വൈകുന്നേരം വരണ്ടിട്ടാ. അപ്പം നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം.
സമയത്താണോ ഇത്? ഏയ് വെയിലത്ത് വെച്ച പോവാണോ ഇത്? എടാ എന്ന് ഞാൻ നാട്ടിക്ക് വരുന്നത് ഈ പെണ്ണ് കാണലും മുട്ടായി കൊടുക്കലിനൊക്കെ ഒരു ചടങ്ങുണ്ട്. ഇത് ഇങ്ങനെ ബിസിനസ്സുകാരും നനങ്ങാണ്ട് ഇങ്ങനെ നടന്നോണ്ട് കാര്യായ ഇത് പോളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയല്ലാതെ ഇതിനൊക്കെ ഒരു നാമൂലൊക്കെ ഉണ്ട്. എന്താ എന്റെ കഥ? ഇതിപ്പേ അനക്ക് നൂറനെ കെട്ടാൻ സമ്മതാന്ന് പറഞ്ഞും ചെയ്ത് നൂറ് അന്നെ കെട്ടാൻ സമ്മതാന്ന് പറഞ്ഞോണ്ടും കാര്യായില്ല. ഇനി എന്തെല്ലാം ചടങ്ങ് കെടുക്കണ്ടെന്നുള്ളതേ ഇമ്മാന്റെ കുട്ടിക്ക് വല്ല ബോധം ഉണ്ടാ? അതാണ് ഉമ്മാന്റെ കുട്ടിനോടെ ഇമ്മ പറഞ്ഞത്. ഉമ്മാന്റെ കുട്ടി വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്ന്ന്, രണ്ട് തിരിച്ചലൊക്കെ ഒന്ന് നിർത്തിക്കാളാന്നുള്ളത്. ഈ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിലേ കയ്യും കെട്ടും കാലും കെട്ടും കേട്ടിട്ട് ചേച്ചി അതേപോലെ അന്നെ കെട്ടിയിടാനയക്കണേന്നുള്ളത്. അതിനെ നൂറക്കന്നെ പറ്റുള്ളൂ. വേഗം വരാൻ നോക്ക്. ഇജ് വന്നിട്ട് വേണം താത്താർക്കൊക്കെ ഒന്ന് വരാന്. അയച്ചിട്ട് നിക്കാണ് ഇപ്പൊ താത്താര്. ഇജ് വന്നിട്ട് വരാച്ചിട്ട് ഇല്ലയുടെ ചെക്ക നൂറക്ക് സമ്മതക്കുറവൊന്നുമില്ല. അതൊക്കെ ഓളമ്മ സംസാരിച്ചിട്ട് ഒക്കെ നേരാക്കിക്കണ്. ഇനി എന്റെ കുട്ടിയെ ഓളങ്ങോട്ട് കെട്ടിക്കൊടുന്നിട്ട് എന്റെ മകളായിട്ടേ ഇന്നങ്ങോട്ട് ഏൽപ്പിച്ചാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇമ്മ നോക്കിക്കൊണ്ട് ഓളെ പൊന്നു പോലെ നോക്കേണ്ട കാര്യം ഇമ്മാക്കറിയാം. അത്രയും പാവം കുട്ടിയാണ്. ഇതുപോലത്തെ ഒരു പാവം കുട്ടിയെ ഈ ഭൂമിയിലുണ്ടോന്നുള്ളത് തന്നെ സംശയമാണ്. ഇന്നാ ശരി, ഉമ്മാന്റെ കുട്ടിയെ ഉമ്മ പറഞ്ഞതൊന്നും മറക്കണ്ട. മേഘണ്ട് വരാൻ നോക്കിട്ടാ. ഇനി ഇത് മറന്നുങ്ങാണ്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം 3 ആഴ്ച കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാണ്ട് നിക്കണ്ടട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇജി ഇപ്പൊ ഒരു ഫോൺ വിളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത നൂറ്റാണ്ടിൽ എന്റെ വീട് ഉണ്ടാവുള്ളൂ. അതാണ് എന്റെ കഥ. എന്നാ ശരി. വല്ലാത്തൊരു ചെക്കൻ. ഇങ്ങോട്ട് വരട്ടോന് കല്യാണം ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടട്ടെ. എങ്ങനെയാണോ പെരേ ഇരിക്കലേന്നുള്ളത് കാണാല. അപ്പൊ അവനക്ക് പുറത്തേക്ക് ഇറങ്ങലൊന്നും ഉണ്ടാവൂല. റീനു ഇല്ല, ഒരിതില്ല. സൂറാത്തടക്കാണെങ്കിൽ പണിക്ക് പോണ്ടെന്ന് പറഞ്ഞു. ആകെ കുടുങ്ങി മനുഷ്യൻ. ഇമ്മൂടിന് നീ വൈക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഓരോ സംശയങ്ങളായിട്ട് വരേണ്ടതാണല്ലോ. ഇപ്പൊ എന്തേ പറ്റിയത്? നൂറ, ഈ എന്താടി കാട്ടണ്? ഡ്രസ്സൊക്കെ മടക്കിയൊക്കെ ഞാൻ സഹായിക്കണ? പറഞ്ഞതൊള്ളേക്ക് നോക്കത്തില്ല. പോത്തിന് വന്ന് ഇത് റിനുവിന്റെ അല്ലേ? അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് അതിന് ഉമ്മെല്ലാം മുട്ടി അടുക്കളയില്. പിന്നെ എങ്ങനെ വേഗം പണി ചെയ്യാതിരിക്ക? നാത്തൂനായി പോയി ഇല്ലാന്നുണ്ടെങ്കിൽ ചുരുക്കിക്കുട്ടി ഓടിപ്പിരൊട്ടി നിന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. നൂറ, ഇജ് പറഞ്ഞില്ലേ എന്നോട് എന്ത് പറയാ കുഞ്ഞോകാക്കെ ബഷീറാക്കാന്റെ മോനെ അടിച്ചെന്നുള്ളത്? അത് ശരിക്കും ഉള്ളത് തന്നെയാണോ? ഈ എന്റെ കുഞ്ഞോനോട് ചോദിച്ചില്ലേ? അപ്പൊ എന്റെ കുഞ്ഞോൻ എന്താ പറഞ്ഞത്? ഞാനേ കുഞ്ഞോകാക്കാനോട് ചോദിച്ചപ്പോഴേ കുഞ്ഞോകാക്കണ്ടല്ലോ ഫോൺ ഒറ്റ കട്ടാക്കി പോക്ക്. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുമോ? മെസ്സേജ് ഇട്ടുകൊണ്ട് ഞാൻ കുറെ ചോദിച്ചു നോക്കി. ആളതിന് റീപ്ലൈ തരണമൊന്നുമില്ല. എടി ഇക്ക് തോന്നണതേ അന്നെ പ്രതികാരം ചെയ്യാനാവും ബഷീറാക്കാന്റെ മോൻ കല്യാണം കേൾക്കണത്. അല്ലാതെ പോയി പണക്കാരൊക്കെ ഇങ്ങനെ പാവപ്പെട്ട പെരേന്ന് കല്യാണം കേൾക്കോ? പ്രതികാരോ? ഈ പ്രതികാരമായിട്ട് ചെയ്യാനായിരിക്കും മുട്ടിയെ. ആടി പെണ്ണെ, ഇജ്ജ് കണ്ടിട്ടില്ലേ ഈ പ്രതികാരം ചെയ്യാൻ വേണ്ടിക്കാണ്ടേ കല്യാണം കേൾക്കുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ദ്രോഹിക്കുക, അവിടുത്തെ വേലക്കാരിയാക്കുക, അങ്ങനൊക്കെ ഇജ്ജ് കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഇല്ലേ? കുഞ്ഞോങ്കാക്ക അടിക്കണം എന്നുണ്ടെങ്കിലേ ശരിക്കും ആ ചെക്ക ഫ്രോഡായിട്ടോ. എല്ലാതൊന്നും കുഞ്ഞോങ്കാക്കെ വെറുതെ ഒരാളെ അടിക്കൂല. എല്ലാ നൂറ, എന്തിനാ കുഞ്ഞോങ്കാക്ക ശരിക്കും ആ ചെക്കനെ അടിച്ചത്? അനക്ക് ഒരു പണിയില്ലേ മുട്ടിയെ? അല്ലേ എന്താ എന്റെ കഥ? അനക്ക് ഞാനേ ഈ കല്യാണത്തിന് പിന്മാറിയിട്ടുണ്ടെങ്കില് അപ്പൊ സമാധാനാവോ? അല്ല സന്തോഷാവോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? ഈ എന്നോട് പറഞ്ഞ കാര്യം എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചതല്ലേ? അതപ്പൊ ഞാൻ ചെയ്ത തെറ്റ്. അല്ലാതെ എന്റെ കല്യാണം മുടക്കിയിട്ടേ ഇക്കെന്ത് കിട്ടാനാണ്? അത്രക്ക് വലിയ ക്രൂരത ഒന്നല്ല നൂറ ഞാന്. നിങ്ങളൊക്കെ മനസ്സിലേ അങ്ങനെ തന്നെ ആവുന്നുള്ളതേ എനിക്ക് നല്ലോ അറിയാം. എടി പൊട്ടിക്കാളിയെ, ഈ 15 വയസ്സിലേ കഴിഞ്ഞതൊക്കെ ആരെങ്കിലും ഇപ്പൊ ഓർത്തു വെക്കുവോ? 15ാം വയസ്സിലാണ് അന്നത്തെ ആ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഇപ്പൊ ആരെങ്കിലും ഓർത്തു വെക്കുവോ? ഇതിപ്പോ ഈ സിനിമയത്തെ മാരിക്കേ ആരെങ്കിലും അങ്ങനെയൊക്കെ ഓർത്തു വെച്ച് പ്രതികാരം ചെയ്യാനേ ഇന്നെ കല്യാണം കേൾക്കോ? എനിക്ക് തീരെ അന്തയ്യ. കൊറേയൊക്കെ അന്ന് ഞാൻ അന്നെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ കുഞ്ഞോൻ അന്ന് ചെയ്തതേ കുറച്ച് ഓവർ തന്നെയാണ്. കുറച്ചൊന്നല്ല, അന്ന് ഓവറായിട്ട് തന്നെയാണ് കുഞ്ഞോ അന്നത്തെ കാട്ടിക്കൂട്ടില് കാട്ടിയുന്നത്.
അപ്പൊ ഈ എന്നോട് പറഞ്ഞതോ? അന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ പെങ്ങന്മാരെ ഒപ്പം കൊണ്ടടക്കലാണല്ല ആങ്ങളാരൊരു ട്രെൻഡ്. അതേപോലെയാണ് നമ്മളെ കുഞ്ഞോന്റെ കാര്യം. എന്നോട് അന്ന് ആര് വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും കുഞ്ഞോൻ അവരെ പോയി അടിക്കും. അന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പാൻ്റെ അടുത്ത് നല്ലോണം ചീത്താക്കും. അതൊക്കെ നേന്ന അന്നത്തെ കാലത്ത് ഒരു ഇത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച വന്നത്. അല്ലാതെ ഞങ്ങളെ അകാരണമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ അവനോട് മുണ്ടിയാലും അവൻ എന്നോട് മുണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ആ രക്തബന്ധം എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇജ് വെറുതെ ഊഹിച്ചുകാണ്ടേ ഓരോന്നും ഉണ്ടാക്കണ്ട. നൂറ, ഈ കുഞ്ഞുങ്ങാക്കേ എന്താ ശരിക്കും പ്രശ്നം? എപ്പോഴും രണ്ടാളും കണ്ടിട്ടുണ്ടെങ്കിലേ കീരും പാമ്പുവാണല്ല. ഞാൻ ഇവിടെ വന്നേ മുതലൊക്കെ അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നോ? ഞാൻ എന്നോട് പറഞ്ഞില്ല മുട്ടിയെ, എൻ്റെ കുഞ്ഞോൻക്കേ എല്ലാരും ഭരിക്കല് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇന്നെ ഭരിക്കാനേ ഞാൻ അവനക്ക് നിന്ന് കൊടുക്കലില്ല. അപ്പൊ ഇന്നോട് എനിക്ക് ദേഷ്യം തോന്നും. ഞാൻ വീട്ടിൽ വന്നുകൊണ്ട് ഉമ്മാനോട് പറയും, ഇപ്പാനോട് പറയും, എനിക്ക് സ്കൂൾക്ക് പോകാൻ പറ്റൂലായിരുന്നു, കോളേജിലേക്ക് പോകാൻ പറ്റൂലായിരുന്നു. അവനിന്നെ അടക്കി ഭരിക്കണം മാറ്റൊരു ഭരണമായിരുന്നു. പക്ഷെ ചെറുപ്പം മുതലേ അവൻ വളരുന്നതിനനുസരിച്ചിങ്ങാണ്ടേ അവന്റെ ഈഗോയും വളർന്ന്. അതുണ്ടായത് 10ാം ക്ലാസ് വരെയൊക്കെ ഓനക്കിന്നെ ഭരിക്കാൻ കിട്ടിയേക്കണ്. പിന്നെ കൂട്ടുകാരന്മാരെ ഏൽപ്പിക്കലായി ഓന്റെ പരിപാടി ഞാൻ കോളേജിലേക്ക് പോയപ്പോ. പക്ഷെ റിനുവിന് അങ്ങനെ ശ്രദ്ധിക്കൂല. ഇന്നായി ഓന്റെ ശ്രദ്ധ. എന്ത് കാര്യത്തിനാന്നുള്ളതേ അവനക്ക് മാത്രമേ അറിയുള്ളൂ. ഇതാണ് സംഭവം മുട്ടിയ. അല്ലാതെ ഇജ് മനസ്സിൽ ഓതി വീർപ്പിച്ച് നടക്കണമായിരിക്കേ വലിയ ആനക്കാരിയൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ളൊരു ഇട വന്നിട്ടില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും മുട്ടിയ ഇമ്മ എന്നോട് പറയാതിരിക്കോ. പിന്നെ നമ്മളെ കുഞ്ഞോൻക്ക് ആകപ്പാടെ ദേഷ്യമുള്ള ആരോടാന്നറിയാം? ജംഷീനോടാണ്. എന്താന്നറിയില്ല, ജംഷീനെ കാണുമ്പോത്തിനെ അവനക്ക് കാണാൻ കണ്ണും മോർക്കും കൊണ്ട് ചോക്കണ്. അത് ഞാൻ കുറെ അവനോട് ഞാൻ ചോദിച്ചു, ഇമ്മാനോടും ചോദിച്ചു. പക്ഷെ എന്താന്നറിയില്ല, ജംഷീനോട് അവനക്ക് ഇത്രക്ക് ദേഷ്യം. ജംഷിക്കും തന്നെ കുഞ്ഞോനെ ഭയങ്കര ദേഷ്യമാണ്. അവര് ഉള്ളിൽ എന്താന്നുള്ളത് അവർക്ക് രണ്ടാൾക്കും മാത്രമേ അറിയുള്ളൂ. പക്ഷെ കുട്ടിപ്രായത്തിലെ അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴാണ് അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഈഗോ അടിച്ചുകൊണ്ട് ദേഷ്യം തുടത്തിയത്. ഇന്നോടുള്ള ദേഷ്യം ഉണ്ടല്ലോ കുഞ്ഞോന്റെ മനസ്സിലെ ജംഷിനോടും വളർന്നുണ്ടാവും. ഞാൻ അത്രേ കരുതിയിട്ടുള്ളൂ. ഇന്ന് വരാനായാലും മുട്ടിയ. അല്ല നൂറ, കല്യാണത്തിന് സ്വർണത്തിന് എന്താ ചെയ്യാ? അവരിഞ്ഞ് സ്വർണ്ണമൊക്കെ ചോദിക്കുവോ? ഇക്കറിയില്ല. കുഞ്ഞോനോട് തരാൻ പറയും. പണ്ടൊക്കെ ആ പെങ്ങന്മാരെ കെട്ടിക്കലേ ആങ്ങളാരെ കടമല്ലേ. ഈ ഒരു കടമെങ്കില് ഓൻ ചെയ്യണ്ടേ. ഒന്നല്ലെങ്കിൽ 5 സെന്റ് സ്ഥലേ ഞാൻ നയിച്ചുണ്ടാക്കി വാങ്ങിയാലും മുട്ടിയെ. അപ്പൊ ഇത് ഓനോട് പറയും, ഇന്നെ കെട്ടിക്കാളെ പണ്ടൊക്കെ കുഞ്ഞോനോട് തരാൻ പറയും. അത് അവന്റെ കടമയാണ് ഇനി റിനുവിനെ കെട്ടിക്കണ്ടത്. അതിന് നൂറ, കുഞ്ഞോങ്കാക്കാന്റെ അടുത്ത് ഓടുന്ന സ്വർണ്ണം എടുക്കാൻ പൈസ അനക്കറിയില്ലേ? എന്തെങ്കിലും ഒരു പൈസ മൂപ്പരാളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരാളെ എനിക്കൊരു സ്വർണത്തിന്റെ കമ്മലെടുത്ത് തരൂലേ. ഇമ്മ അറിയില്ലെന്നെങ്കിലും അനക്കറിയില്ലേ എന്റെ ശരീരത്തിൽ മൊത്തം ഉള്ളത് ഗ്യാരണ്ടിയാന്നുള്ളത്. ചില ഭാഗങ്ങളൊക്കെ നിറം പോയിക്കണ്. ഞാൻ ഇമ്മ അറിയാതെ എങ്ങനെയെങ്കിലൊക്കെ ഊരിയക്കല. ഇമ്മ ഇന്നലെ തന്നെ എന്റെ കമ്മല കാണാഞ്ഞിട്ട് ചോദിച്ച്, മൂട്ടിയ അതിന്റെ കമ്മല എവിടെയെന്നുള്ളത്. അതിന്റെ മുത്തൊക്കെ നിറം പോയിക്കണ്. അതിനിപ്പോ എങ്ങനെയാണ് ടൗണിൽ കൊണ്ടുപോയിട്ട് മുക്കിക്കാന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോഴും ഞങ്ങൾക്ക് കല്യാണത്തിന് സ്വർണ്ണം ഇല്ലല്ല. പിന്നെ എന്തിനാ അമ്മൂട്ടിയെ ഇജ് അതിനെ പറ്റിക്കാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? അവരിപ്പോ നമ്മളോടെ പണ്ടും ചോദിച്ചിരുന്നാ? ഇല്ലല്ല. പണ്ട് ചോദിക്കുമ്പോഴല്ലേ അപ്പൊ ഞമ്മക്ക് തീരുമാനിക്കാം എന്താ ചെയ്യണ്ടെന്നുള്ളത്. എന്ത് തീരുമാനം? ഒരു തീരുമാനം ഇല്ല. ഈ കല്യാണത്തിനെ ഇനിയിപ്പോ ഓരോ ഉടായ്പും പറഞ്ഞങ്ങാണ്ട് പിന്മാറാൻ നിക്കണ്ട. അന്റെ കഷ്ടപ്പാട് കണ്ടിട്ടേ പടച്ചോ റഹ്മത്തായിട്ട് തന്നതാണ് എനിക്ക് ഈ കല്യാണം. ഇനി അതെ അത് ഇതും പറഞ്ഞങ്ങാണ്ട് ഒഴിവാക്കാൻ നിക്കണ്ട. മുട്ടിയ അനക്ക് എന്താ പറ്റിയത്? ഞാൻ കാണുന്നതേ സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, സത്യം തന്നെയാണ്. അനക്കിപ്പോ എന്താ പറ്റിയത്? ഈ എന്താ നൂറ അങ്ങനൊക്കെ പറഞ്ഞത്? ആ പിന്നല്ലേടി നൂറ, കുഞ്ഞങ്കാക്ക് പെട്ടെന്ന് ലീവ് കിട്ടി. ചിലപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കുഞ്ഞങ്കാക്ക വരും. നമ്മളോട് എല്ലാരോടെ കുഞ്ഞങ്കാക്കാനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ ചെല്ലാൻ പറഞ്ഞു. ഇതിപ്പോ എന്താടി മുട്ടിയെ? ഓനൊരു മുന്നറിയിപ്പില്ലാത്ത വരവ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഇല്ലടി. മൂപ്പരാൾക്ക് ലീവ് പെട്ടെന്ന് കിട്ടിയപ്പോളേ അങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ്. ഇതിപ്പോ 2.5 കൊല്ലം ആവാനായില്ലേ. എത്ര പെട്ടെന്നാലേ 2.5 കൊല്ലം ആയത്. ഇനിയിപ്പോ വന്നിട്ടേ എൻ്റെ കല്യാണത്തിന് കൂടാലോ. നിങ്ങളെ 2 പെങ്ങന്മാരെ കല്യാണം തന്നെയല്ലേ മൂപ്പരാൾക്ക് കൂടാനുള്ളൂ. മുട്ടാടുക്കലായാലും കല്യാണമായാലും നിശ്ചയമായാലും എന്തായാലും ഇപ്പാന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി തരേണ്ടത് അത് കുഞ്ഞോങ്കാക്കന്നല്ലേ. നമുക്ക് എല്ലാവർക്കേ കൊണ്ടുവരാൻ പോവട്ടടി.
മൂപ്പരാളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞോകാക്ക ഇന്ന് രാത്രി ആകുമ്പോത്തിന് ടിക്കറ്റിന്റെ ടൈം അറിഞ്ഞിട്ട്. ഞാൻ ഇല്ലേടി, നിങ്ങളെല്ലാരും പോയിട്ട് പോര്. കുഞ്ഞു അങ്ങണ്ടന്നല്ലേ വരണത്, പിന്നെ ഇപ്പൊ എന്തിനാ നമ്മൾ അവിടെ പോയി കൊണ്ടിരുന്നേ? നിങ്ങളെല്ലാരും പോയിട്ട് പോര്, ഞാൻ ഇല്ല. ആഹാ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല നൂറ, ഈ വന്നേ പറ്റുള്ളൂ. നിങ്ങളെല്ലാരും എപ്പോഴും എന്നെ പറ്റി പറയില്ലേ ഞാൻ കുടുംബം കലക്കാൻ നടക്കുകയാണെന്നുള്ളത്. എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും പറയും അത് ഉമ്മൂട്ടിന്റെ കാരനാന്നുള്ളത്. ഞാൻ കുടുംബം കലക്കാൻ നടക്കണ പെണ്ണല്ല എന്നുള്ളത് എന്റെ കല്യാണത്തിന്റെ മുന്നേ ഞാൻ തെളിയിക്കും. ഈ കണ്ടോ? പിന്നെ ഈ പോയിട്ടുണ്ടെങ്കിലേ ഇമ്മാരെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതേ ഞാനും കുഞ്ഞോകാക്കും തന്നെ അല്ലേ. ഇപ്പോഴാണ് ആലോചിച്ചപ്പോളേ ഓരോ കാര്യങ്ങളെ തലേക്ക് ഇങ്ങനെ ഓടി വന്നത്. ആദ്യം എനിക്ക് ഈ ബുദ്ധി ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ കാര്യത്തിനും എല്ലാത്തിനും ഞാൻ വാശി പിടിക്കായിരുന്നു. എന്തോ ഇന്ത്യയോട് കിട്ടാത്ത ഒരു ഫ്രീഡം ഇവിടെ കിട്ടിയിട്ടാണോന്ന് അറിയില്ല. ഇമ്മാനോടായാലും വേണ്ടിയില്ല, ഇപ്പൊ മരിക്കണേലും മുന്നേ പനോടായാലും വേണ്ടിയില്ല. ചിലപ്പോൾ ബിലുവിനോട് തന്നെ ഞാൻ വാശി പിടിച്ചു കണ്ട എനിക്ക് തോന്നും ഞാനെന്ത് ചെറിയ കുട്ടിയാണോ എന്നുള്ളത്. പിന്നെയാണ് എനിക്ക് ഓടുക ഓരോ പൊട്ടത്തരങ്ങളാന്നുള്ളത്. പിന്നെ ഇന്നലെ കുഞ്ഞോകാക്ക വിളിച്ചപ്പോഴേ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. അപ്പോഴാണ് എനിക്ക് കുറേയൊക്കെ ഓടിയത്. നിങ്ങളെ കൊണ്ട് എല്ലാരെ കൊണ്ടും ഞാൻ പറയിപ്പിക്കും ഞാൻ നല്ലൊരു പെൺകുട്ടിയാന്നുള്ളത്. നോക്കിക്കജി, പ്രത്യേകിച്ച് എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അനക്ക് എന്ത് പറ്റും മുട്ടിയെ? ഈ പെണ്ണിനിപ്പോ ഇതെന്താ പറ്റിയത്? ഉള്ള കിളി മൊത്തം പോയാ. ഇവിടെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാന്ന് ആലോചിച്ചിട്ടേ ഉള്ള കിളി മൊത്തം പോയ പെണ്ണിൻ്റെത്. ഇപ്പോഴിപ്പോ എന്തൊക്കെയാ പറഞ്ഞു പോണത്? ഇവൾക്ക് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ നല്ല കുട്ടിയായി എന്നുള്ളത്. കാണിച്ചരാടി ഞാൻ ഈ കുടുംബം ഇങ്ങനെ കലക്കണ്ട് എന്നുള്ളത്. അന്നെ സോപ്പിങ് കിട്ടുന്നാണ്ടേ നിർത്തിയിട്ടേ ഈ കീപ്പറിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. എൻ്റെ അനിയത്തി ഉണ്ടല്ല കുർത്തി, എൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടേ ഇതിവിടെ ഇങ്ങനെ സുഖിപ്പിച്ച് അതിന് ഇട്ടുണ്ടല്ല ഇട്ടെറിഞ്ഞ് പോയപ്പോൾ ഇനി അടുത്ത കളി ഉണ്ടല്ല അവളായിട്ടാണ്. അവളുണ്ടെന്നെ കുറച്ച് വർത്താനം പറഞ്ഞിട്ട് നിന്നാന്ന് അവൾക്കിട്ട് പണി വരാൻ പോകുന്നുള്ളൂ. കുടുംബം എങ്ങനെ കലക്കണ്ടെന്നോ കുട്ടിച്ചോറാക്കണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാടി. കുഞ്ഞങ്കാക്കാൻ എങ്ങനെ എൻ്റെ പാട്ടിലാക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം.